ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ചെപ്പിനെട്ടു ചേസ്താര. ശേഷമ്മ രാജുവിൻ്റെ അധ്യാപക പരിശീലനം കഴിഞ്ഞു. തെലുങ്കു ഭാഷയിൽ പാണ്ഡിത്യം നേടിയ അദ്ദേഹത്തിന് ഭാഷാ അധ്യാപകനായി ഉറവക്കൊണ്ടയിൽ ജോലി കിട്ടി. ഉന്നത പഠനത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടി സത്യനെ ഉറവക്കൊണ്ടയിലേക്ക് കൊണ്ടുവന്നു. ഭഗവത് ദൗത്യം പ്രഖ്യാപിക്കേണ്ട കാലവും അടുത്തു. ഉറവക്കൊണ്ടയായിരുന്നു അതിന് സാക്ഷ്യം വഹിക്കേണ്ട യാഗഭൂമി. ഉരക കൊണ്ടയാണ് ഉറവക്കൊണ്ട. ഉരകം എന്നാൽ സർപ്പം, കൊണ്ട എന്നാൽ കുന്ന്, അതായത് സർപ്പക്കുന്ന്. പട്ടണത്തിൻ്റെ മുഖമുദ്രയായി വലിയൊരു കുന്ന് കാണാം. അനേകം ഫണങ്ങളുള്ള കൂറ്റൻ സർപ്പം പത്തി വിടർത്തി നിൽക്കുകയാണെന്നേ കുന്നിൻ്റെ മുകൾ ഭാഗം കണ്ടാൽ തോന്നും. സ്ഥലത്തിന് ഉറവക്കൊണ്ട, ഉരകശൈലം എന്ന് പേര് കിട്ടാനും കാരണം ഇതുതന്നെ. താമസിയാതെ സ്കൂളിലെ പ്രിയങ്കരനായി മാറി സത്യനാരായണൻ. സ്കൂൾ പ്രാർത്ഥനാ സംഘത്തിൻ്റെ നേതാവായി സത്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭക്തിമധുരമായ ഗാനങ്ങൾ സത്യൻ പാടുമ്പോൾ ആരും അഭൗമമായ അനുഭൂതിയിലേക്ക് ഉയരും. അവിടെ ഇന്ദ്രിയങ്ങൾ അടങ്ങും. കേൾക്കുന്നവരുടെ ഉള്ളിൽ വിഷയരഹിതമായ ആനന്ദം ഉറവയെടുക്കും. ഇതൊന്നും അവരുടെ ബോധമണ്ഡലം അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. സത്യൻ്റെ വ്യക്തിപ്രഭാവത്താൽ അധ്യാപകനായ തമ്മി രാജു ഒരു ജോലി കൂടി ഏൽപ്പിച്ചു: വിദ്യാലയത്തിലെ നാടകത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കാരണം സത്യനാരായണൻ ആ ചുമതലയും ഏറ്റെടുത്തു. ഒരു നാടകം എഴുതി: ചെപ്പിനിട്ടു ചേസ്താര. നാടകം കണ്ടവർ അമ്പരന്നു പോയി. ഒരു 12കാരൻ്റെ ബുദ്ധിയിൽ അതിഗഹനമായ ഒരാശയം ഇത്ര ലളിതമായി എങ്ങനെ രൂപപ്പെട്ടു? സത്യൻ അതിബുദ്ധിമാൻ തന്നെ. നാടകം കണ്ടവരും കേട്ടവരും ഒരുപോലെ സമ്മതിച്ചു പോയി. പറയുന്നത് പോലെ പ്രവർത്തിക്കാത്ത ഒരുപറ്റം ആളുകളെ തുറന്നു കാണിക്കുകയായിരുന്നു നാടകത്തിലൂടെ. ഒന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. ഇങ്ങനെ പോയാൽ സമാജം അധപതിക്കുകയുള്ളൂ. പറയുന്നത് പോലെ പ്രവർത്തിക്കുക, അതാണ് സത്യനാരായണൻ നാടകത്തിലൂടെ ലോകരെ പഠിപ്പിച്ചത്. ഭഗവാൻ അവതരിപ്പിച്ച നാടകത്തിൻ്റെ സാരം ചുവടെ. രംഗം 1. നാടകം തുടങ്ങുന്നതിങ്ങനെ: ഒരു സ്ത്രീ ശ്രീമദ് ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നു. കേൾവിക്കാരായി ഒരു സംഘം സ്ത്രീകളും. വായനക്കാരി ശക്തമായി പറഞ്ഞു: ശാരീരിക ആരോഗ്യമുള്ള യാചകർക്ക്, മടിയന്മാർക്ക് ദാനം കൊടുക്കണ്ട. നേരെ മറിച്ച് വൃദ്ധരെ, ദുർബലരെ, അശരണരെ സഹായിക്കണം. പ്രഭാഷണം കഴിഞ്ഞു. ജനം പിരിഞ്ഞു. അപ്പോൾ അന്ധനായ ഒരാൾ അവിടെ വന്നു. സഹായത്തിനായി യാചിച്ചു. വായനക്കാരി അസ്വസ്ഥയായി. യാചകനെ ഓടിച്ചു വിട്ടു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവനും വിഭൂതി പൂശി പാട്ടും പാടി ഒരാൾ ഭിക്ഷ യാചിച്ചെത്തി. അവർ ഉടനെ ഭിക്ഷയായി അരി നൽകി പണം കൊടുത്തു. മാത്രമല്ല, അയാളുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു. അവരുടെ പുത്രൻ കൃഷ്ണൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അസ്വസ്ഥനായ പുത്രൻ തിരക്കി: അമ്മേ, അമ്മ എന്താണ് കുറച്ചു മുമ്പ് പ്രഭാഷണത്തിൽ സുഹൃത്തുക്കളോട് പറഞ്ഞത്? ഇപ്പോഴെന്താണ് ചെയ്തത്? പുത്രൻ്റെ വാക്കുകൾ അവരെ ക്ഷുഭിതയാക്കി. അവർ അട്ടഹസിച്ചു: മിണ്ടാതിരിക്കിൻ, ആരെങ്കിലും പറയും പോലെ പ്രവർത്തിക്കാൻ സാധിക്കുമോ? രംഗം 2. കൃഷ്ണൻ അച്ഛനൊപ്പം. അച്ഛൻ്റെ ഓഫീസിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ മേന്മകൾ കൂടെയുള്ളവരോട് പ്രകീർത്തിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഒരുവൻ നല്ല വിദ്യാഭ്യാസം നേടണമെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തി. പ്രചോദനമേകുന്ന ഈ വാക്കുകളെല്ലാം കേട്ട് പുറത്ത് ജനലരികിൽ ഒരു ദരിദ്ര ബാലൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബാലൻ അകത്ത് വന്ന് പറഞ്ഞു: സാറേ, നന്ദി, അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. എനിക്ക് ഈ മാസത്തെ സ്കൂൾ ഫീസ് കൊടുക്കാനായില്ല. 1 രൂപയുടെ കുറവുണ്ട്. ദയവായി എന്നെ സഹായിക്കുമോ? തൻ്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ലെന്ന് ആ മാന്യൻ പറഞ്ഞു. മാത്രമല്ല, പേഴ്സ് തുറന്ന് അത് കാലി എന്നു കാണിക്കുകയും ചെയ്തു. നിരാശനായി വിദ്യാർത്ഥി മടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കുറേ സഹപ്രവർത്തകർ വന്നു. പുതിയ ഓഫീസർ വരുന്നത് മൂലം സ്വീകരണ ചടങ്ങുകൾക്കും മറ്റുമായി സംഭാവനയ്ക്ക് ഇറങ്ങിയതാണ് അവർ. അദ്ദേഹം 20 രൂപ നൽകി. എന്നിട്ട് പറയുകയും ചെയ്തു: ഇത്തരം പ്രധാന അവസരങ്ങൾ ഗംഭീരമായി ആഘോഷിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം മൂകസാക്ഷിയായ പുത്രൻ പിതാവിനോട് ചോദിച്ചു: വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പുകഴ്ത്തി അച്ഛൻ ധാരാളം സംസാരിച്ചുവല്ലോ.
എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം നേടണമെന്നും പറഞ്ഞു. ആ പാവം വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി 1 രൂപയ്ക്ക് കെഞ്ചിയില്ലേ? എന്നിട്ട് അച്ഛൻ അവനെ ഇറക്കി വിട്ടു. നേരെ മറിച്ച് പൊങ്ങച്ചം കാട്ടി പാഴാക്കുന്നതിനായി 20 രൂപ ഒരു മടിയും കൂടാതെ നൽകി. ഇത് ശരിയോ? പിതാവിന് കോപം ഇരച്ചു കയറി. ഹും, ആളുകളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നീ സ്കൂളിൽ പോകിൻ. രംഗം 3. കൃഷ്ണൻ ക്ലാസ്സിലിരിക്കുന്നു. ഒരു അധ്യാപകൻ സംഭ്രാന്തിയോടെ കടന്നു വന്നു. ഇന്ന് സ്കൂൾ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അദ്ദേഹം കുട്ടികളോട് തുടർന്നു. നമ്മളിപ്പോൾ 23 പാഠങ്ങൾ പഠിച്ചു. ഇൻസ്പെക്ടർ ചോദിച്ചാൽ 32 പാഠങ്ങൾ പഠിപ്പിച്ചെന്നേ പറയാവൂ. ഞാനിപ്പോൾ 33ാമത്തെ പാഠം പഠിപ്പിക്കാൻ പോകുന്നു. ഇൻസ്പെക്ടർ ഇവിടെ വരുമ്പോൾ ഞാനിത് വീണ്ടും പഠിപ്പിക്കും, ആദ്യമായി പഠിപ്പിക്കുന്നത് പോലെ. ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം വരുമ്പോൾ ആവർത്തിക്കും. അങ്ങനെ നിങ്ങളുടെ ശരിയായ ഉത്തരം കേട്ട് അദ്ദേഹത്തിന് മതിപ്പുണ്ടാക്കണം. തെല്ലിട കഴിഞ്ഞ് കൃഷ്ണൻ അധ്യാപകനെ ഒറ്റയ്ക്ക് കാണുന്നു. കുട്ടി ചോദിച്ചു, സർ, ഇന്ന് അങ്ങ് പഠിപ്പിച്ച പുതിയ പാഠം ഹരിശ്ചന്ദ്രനെ കുറിച്ച്. അനന്തര ഫലങ്ങളെ വകവെക്കാതെ സത്യത്തിനായി സർവവും സമർപ്പിച്ച ഹരിശ്ചന്ദ്രനെ കുറിച്ച്. അത്തരം ഉത്തമനായ ഒരാളെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് പോലും നുണ പറയാനായി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് ശരിയോ? ക്രോധാവേശത്തിൽ അധ്യാപകൻ അവനെ ശകാരിച്ചു. പറയും പോലെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? രംഗം 4. കൃഷ്ണൻ പുസ്തകങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് സ്കൂളിൽ പോകാൻ വിസമ്മതിക്കുന്നു. കുട്ടിയെ പറഞ്ഞ് വശപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ മാതാപിതാക്കൾ അധ്യാപകനെ വരുത്തി. 3 പേരുടെയും സാന്നിധ്യത്തിൽ കുട്ടി പറഞ്ഞു, ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ എന്നെ നിങ്ങൾ അനുവദിക്കുന്നില്ല. ഈ പഠിത്തം കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ഈ പഠിത്തം ആഗ്രഹിക്കുന്നില്ല. അവർ സ്തബ്ധരായി പരിതപിച്ചു, പശ്ചാത്താപം പ്രകടിപ്പിച്ചു. ഏതാണ്ട് 12 വയസ്സ് കഷ്ടിച്ചുള്ളപ്പോൾ സത്യൻ രചിച്ച ലഘുനാടകത്തിലെ സാരമിതാണ്. നാടകം അവതരിപ്പിച്ചപ്പോൾ സത്യൻ കൃഷ്ണന്റെ വേഷമിടുകയും ചെയ്തു. കാപട്യം ഉപേക്ഷിക്കണമെന്ന് ആ വേഷത്തിലൂടെ അവിടുന്ന് ലോകത്തെ അറിയിച്ചു. മാത്രമല്ല, ഓരോരുത്തരും തങ്ങളുടെ വാക്കിനനുസരിച്ച് ജീവിക്കുകയും വേണം. ആ ദിനം മുതൽ അവിടുന്ന് അരുളുന്നു, വെറും വാക്കുകൾ കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ വാക്കുകളെ ഉറപ്പിക്കണം. ഈ സന്ദേശം ലോകം മുഴുവനും ഇന്ന് മാറ്റൊലിക്കൊള്ളുന്നു. ആ സന്ദേശം ഓരോ സാധകനെയും ആത്മീയോന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യും. മനസ്യേകം വചസ്യേകം കർമ്മണ്യേകം മഹാത്മനാം മനസ്സന്യത് വചസ്സന്യത് കർമ്മണ്യന്യത് ദുരാത്മനാം. പല പ്രഭാഷണങ്ങളിലും ഭഗവാൻ ഈ ശ്ലോകം ചൊല്ലാറുണ്ടായിരുന്നു. ഗഹനമായ ആധ്യാത്മികതയുടെ ലളിതമായ പ്രയോഗവശവും ഇതുതന്നെയാണ്. ആചാര്യൻ ആ ഗുണത്തിനെ ത്രികരണശുദ്ധി എന്ന് പറയുന്നു. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരുപോലെയാക്കുക, അതായത് ചിന്തിക്കുന്നത് പോലെ പറയുക, പറയുന്നത് പോലെ പ്രവർത്തിക്കുക. ഈ ഗുണം സ്വായത്തമായാൽ ആധ്യാത്മിക പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ത്രികരണ ശുദ്ധിയില്ലായ്മയുടെ ലജ്ജാവഹമായ രംഗങ്ങൾ സത്യൻ നാടകത്തിലൂടെ വ്യക്തമാക്കി. കാണുന്നവർക്കെല്ലാം തന്നെ ഒരു രംഗമല്ലെങ്കിൽ മറ്റൊരു രംഗം തങ്ങളെ സംബന്ധിക്കുന്നതാണെന്ന് തോന്നുകയും ചെയ്തു. ഓം തത്സത്.